പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോളിസ് കിംഗ്സ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കരോളിസിന്റെ വാക്കുകൾ എങ്ങനെയാണ്: ലൂണോ ഒരു ഫൈറ്ററാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു പോരാളിയെ എല്ലാ ടീമിനും ആവശ്യമുണ്ട്. നല്ലൊരു ടീമും ടോപ്പിൽ നിൽക്കുന്ന ടീമും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലൂണയെ പോലത്തെ ഒരു താരത്തിന് ടീമിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലൂണയെ പോലത്തെ ഒരു താരം ടീമിൽ തുടരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ലൂണ ടീമിൽ തുടരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല, ലൂണയ്ക്ക് ടീമിനോടുള്ള റെസ്പെക്ട് വളരെ വലുതാണ്. നേർന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിംഗ്സ് ലൂണയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ഈ ഒരു ഡ്യൂറന്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തും മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. നിരവധി ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജിൽ 3 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് മൊത്തത്തിൽ 16 ഗോളുകളാണ്. മാത്രമല്ല 3 മത്സരങ്ങൾ കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്തിട്ടുള്ളത് വെറും ഒരേ ഒരു ഗോൾ മാത്രമാണ്. 2 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു മത്സരം സമനിലയാവുകയായിരുന്നു. ഇതുവരെ ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല. മാത്രമല്ല 2 ക്ലീൻ ഷീറ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ക്വാർട്ടർ ഫൈനലിലേക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ആയിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കാര്യങ്ങൾ പഴയതുപോലെ അത്ര എളുപ്പമായിരിക്കില്ല. ശക്തരായിട്ടുള്ള എതിരാളികളെയായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത്. ഇനി വരുന്ന മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി ആരാകുമെന്ന് നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആയിരിക്കും ക്വാർട്ടറിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ടീമുകളും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരങ്ങളെ വെച്ച് നോക്കുമ്പോൾ വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും വരുന്ന മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.